നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. വഴിത്തിരിവുകൾ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വഴിത്തിരിവ് എന്ന ചാനലിൽ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഡീപ് സീക്ക്. ഇത് വന്നിട്ട് ഒരുപാട് കാലമായി ഒരു വീഡിയോ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഒന്നാം ട്രംപ് സർക്കാരും വന്നതിന് ശേഷമാണ് അമേരിക്കയുമായി കടുത്ത വ്യാപാര യുദ്ധം ആരംഭിക്കുന്നത്. ചൈനീസ് ഗാഡ്ജറ്റുകൾ അമേരിക്കയിൽ ചാരപ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹുവാവി എന്ന പ്രമുഖമായ ഒരു കമ്പനിക്ക് കൊടുക്കുന്ന ആപ്പുകളുടെ സേവനം അവർ നിർത്തലാക്കി. യൂട്യൂബ്, ഗൂഗിൾ, ഫേസ്ബുക്ക് പോലുള്ള ആപ്പുകളുടെ സേവനം ഹുവാവിക്ക് നിർത്തലാക്കിയതിൻ്റെ ഫലമായിട്ട് അവർക്ക് അങ്ങേയറ്റത്തെ വിൽപ്പനയിൽ ഇടിവ് വന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അങ്ങനെ അവർ വാച്ച് പോലുള്ള ഉപകരണങ്ങളിലേക്ക് മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരെ എത്തി. അങ്ങനെ ഇരിക്കെ ജോ ബൈഡൻ ഭരണത്തിൽ വന്നു. ജോ ബൈഡനുമായിട്ട് ഒരു വ്യാപാര യുദ്ധത്തിനൊന്നും ജോ ബൈഡൻ നിൽക്കാതെ ഭരണം അതിൻ്റെ തലത്തിലേക്ക് സാധാരണ രീതിയിലേക്ക് നീങ്ങിയെങ്കിലും രണ്ടാം ട്രംപ് സർക്കാർ വന്നതോടുകൂടി ഡീപ് സീക്ക് എന്ന ആപ്പ് ഇവർ കൊണ്ടുവന്നത് അത് അവർക്കുള്ള ഒരു സൂചന തന്നെയായിരുന്നു. കാരണം ഇതിൻ്റെ ChatGPT അങ്ങേയറ്റത്തെ സാങ്കേതിക, ഗൂഗിളിനെ വരെ മറികടക്കാനുള്ള ഒരു ടെക്നോളജി അതിൽ, വിവര സാങ്കേതിക വിദ്യ അതിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവരുടെ ആ ഡീപ് സീക്കിൽ അതിലുള്ള ഒരു സന്ദേശം അവർ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ വെയിലിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. വെയിലിൻ്റെ ബ്ലൂ വെയിലിൻ്റെ നിറം കൊടുത്തിട്ട് കില്ലർ വെയിലിൻ്റെ പടമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ കളറ് ബ്ലൂ ആൻഡ് വൈറ്റാണ്. ഈ വൈറ്റ് കളർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതൊരു റോക്കറ്റ് രൂപത്തിലാണ്. ഇതിനെ ആ ചിത്രം വെച്ചിട്ടുള്ളത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. അപ്പോൾ പടിഞ്ഞാറോട്ട് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ വൈറ്റ് റോക്കറ്റ് പോലെ ഞങ്ങൾ വളർന്നു വന്ന് റോക്കറ്റിനെ പോലെ കുതിച്ചുയർന്ന് കില്ലർ വെയിലിനെ പോലെ വളർച്ച പ്രാപിച്ച് റോക്കറ്റിനെ പോലെ കുതിച്ചുയർന്ന് ബ്ലൂ വെയിലിനെ പോലെ വളർച്ച പ്രാപിച്ച് കില്ലർ വെയിലായി വന്ന് നിങ്ങളെ ആക്രമിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇവർ നൽകുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് മെസ്സേജായിട്ട് വന്ന് എന്നെ അറിയിക്കുക. ഇവരുടെ ഇതിലുള്ള സന്ദേശം എന്താണെന്നും നിങ്ങളെ അഭിപ്രായവും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. താങ്ക് യു വെരി മച്ച്.